പ്രൈസ് ലോർഡ്. ബൈബിൾ വചനങ്ങളിലൂടെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 19-ാം അധ്യായത്തിലെ 12-ാം വചനം കാണിച്ചു തരികയാണ്. എന്തെന്നാൽ ഷണ്ഡന്മാരായി ജനിക്കുന്നവരുണ്ട്, മനുഷ്യരാൽ ഷണ്ഡന്മാരാക്കപ്പെടുന്നവരുണ്ട്, ദൈവരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ഡരാക്കുന്നവരുണ്ട്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജന്മനാ ഷണ്ഡന്മാർ, പ്രാപ്തിയില്ല കുറവ്, ശാരീരികമായിട്ട് വൈകല്യമുള്ളവർ, അതേപോലെ തന്നെ അവർ ജനിച്ച് വളർന്നു കഴിഞ്ഞാൽ അവർക്ക് അറിവിൻ്റെ കാര്യത്തിലും അവരെ പിന്നോട്ടായിരിക്കുള്ളൂ. IQ കുറവ്, ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ്. അങ്ങനെയുള്ളവർക്ക് വിവാഹ ജീവിതം സാധ്യമല്ല. അവരെ മിക്ക വീടുകളിലും നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണും. അങ്ങനെയുള്ള ഒരാൾക്കാർ അവരെ ഷണ്ഡന്മാരാണ്. എന്നതുപോലെ തന്നെ രണ്ടാമതായി പറയുന്നതാണ് മനുഷ്യരാൽ ഷണ്ഡന്മാരാക്കപ്പെടുന്നവരുണ്ട്. അവരെ അറിവിൻ്റെ കാര്യത്തിൽ ഒരല്പം അവർക്ക് കുറവായിരിക്കുള്ളൂ അറിവ്. പക്ഷേ അവരെ ശാരീരികമായിട്ട് അവർക്കൊരു കുഴപ്പമുണ്ടാവില്ല. വിവാഹം ചെയ്താൽ അവർക്ക് മക്കളുണ്ടാവും. പക്ഷേ മനുഷ്യരെ അവരുടെ ആ ഒരു വികാരത്തെ നിർവീര്യമാക്കുന്ന രീതി പണ്ട് ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചു കാണും. രാജാക്കന്മാരുടെ പുസ്തകങ്ങളിലൊക്കെ രാജ്ഞിമാർക്ക് തോഴന്മാർ ഷണ്ഡന്മാരായിരിക്കുള്ളൂ. അവർ കാണാൻ ആരോഗ്യമുള്ളവരായിരിക്കുള്ളൂ. പക്ഷെ അവരുടെ അവയവങ്ങൾ അവർക്ക് ഉത്തേജനം ഉണ്ടാകില്ല. ലൈംഗിക ഉൽപാദനം അവർക്ക് അതിന് സാധ്യമല്ല. അവർ മനുഷ്യരാൽ ഷണ്ഡന്മാരാക്കപ്പെടുകയാണ്. അവരെ അടിമകളാക്കി അവരെ ലൈംഗികത ഇല്ലാത്ത രീതിയിൽ അവരെ നിർവീര്യമാക്കുന്നു. എന്നിട്ട് അവരെ ആ ജോലിയിൽ ഏർപ്പെടുത്തുന്നു. പല രാജ്ഞിമാരുടെയും തോഴന്മാരും വിചാരിപ്പുകാരൊക്കെ ഈ കൊട്ടാരങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന മിക്കവരും ഷണ്ഡന്മാർ. എന്ന പോലെ തന്നെ ഇന്നത്തെ കാലത്തും പല പ്രമുഖന്മാരുടെ വീടുകളിലൊക്കെ സംഭവിക്കുന്നുണ്ടാവും, അറിയില്ല. മൂന്നാമതായിട്ട്